നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലെ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലീഗൽ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി സർവീസ് RDBS അങ്ങനെ സെക്ഷനിലേക്കാണ്. 91 സ്ഥിരം ഒഴിവുകളാണ്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് നവംബർ 30 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A പോസ്റ്റിലേക്കാണ് ഈ നബാർഡിലേക്കുള്ള ഈ വേക്കൻസികൾ. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. www.nabard.org എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഈ സൈറ്റ് നമുക്ക് വേണം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ www.nabard.org എന്ന സൈറ്റ് വഴി 2025 നവംബർ 8 മുതൽ നവംബർ 30 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് ചെയ്യാൻ വേണ്ടി https:/cgrs.ibps.in/ എന്ന ഈ സൈറ്റിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ 2025 നവംബർ 8 മുതൽ 30 വരെ സ്വീകരിക്കുന്നതായിരിക്കും. 2 ഫേസ് എക്സാമിനേഷൻ ആയിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ ഫേസ് 1 അത് 2025 ഡിസംബർ 20-ാം തീയതിയും, ഫേസ് 2 മെയിൻ എക്സാമിനേഷൻ അത് രണ്ടും ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ജനുവരി 25-ാം തീയതി നടത്താൻ ടെന്റേറ്റീവായി ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 48 വേക്കൻസികൾ ജനറൽ ആണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് 4, കമ്പനി സെക്രട്ടറി 2, ഫൈനാൻസ് 5, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ IT 10 വേക്കൻസി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 1, പ്ലാന്റ്സ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ 2, ഫിഷറീസ് 2, ഫുഡ് പ്രോസസിംഗ് 2, ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സോയിൽ സയൻസ് 2, സിവിൽ എഞ്ചിനീയറിംഗ് 2, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2, മീഡിയ സ്പെഷ്യലിസ്റ്റ് 1, എക്കണോമിക്സ് 2 എന്നിങ്ങനെയാണ് ഡീറ്റെയിൽഡ് വേക്കൻസികൾ. അതോടൊപ്പം അസിസ്റ്റന്റ് മാനേജർ ലീഗൽ 2 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി 4 വേക്കൻസി ഉണ്ട്. അങ്ങനെയാകെ 91 സ്ഥിരം ഒഴിവുകളാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കുള്ള റിസർവേഷൻ കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കാറ്റഗറിയിൽ എങ്ങനെയാണ് വരുന്നുള്ളത്. ഇനി നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഏജ് കാൽക്കുലേറ്റ് 2025 നവംബർ 1 അടിസ്ഥാനമാക്കിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അംഗീകൃത സ്ഥാപനത്തിനുള്ള ഡിഗ്രി, ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് മാനേജർ ആദ്യ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസ് ജനറൽ RDBS-ലേക്കാണ് ആദ്യ വേക്കൻസി. 48 വേക്കൻസികൾ ആ കാറ്റഗറി. അതിലേക്ക് വേണ്ടി യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചലേഴ്സ് ബിരുദം 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. SC/ST-ക്കാണെങ്കിൽ 5% കുറച്ചു മതി, 55% മാർക്ക് മതി. അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ 55% മാർക്ക് അവർക്ക് മതിയാവും. SC/ST-ക്കാർക്ക് 50% മതി എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം CA അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, CMA, ICWA, അതുപോലെ PhD ഒക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്ന കാര്യം മനസ്സിലാക്കുക. ചാർട്ടേഡ് അക്കൗണ്ട് പോസ്റ്റിലേക്കും CA-ക്കാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെമ്പർ ഓഫ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യയുടെ മെമ്പർ ആയിരിക്കണം. കമ്പനി സെക്രട്ടറി കോഴ്സ് കഴിഞ്ഞവർക്ക് കമ്പനി സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻസ് പോസ്റ്റിലേക്ക് BBA ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്, അല്ലെങ്കിൽ BMS ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്, അത് 60% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-ക്കാരൊക്കെ ആണെങ്കിൽ 55% മതി. ഡിസബിലിറ്റിക്കാർക്ക് 5% കുറച്ചു മതി. അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഫൈനാൻസിലുള്ളവർക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം MBA ഫിനാൻസ് ഉള്ളവർക്കും, MMS ഫിനാൻസ് ഉള്ളവർക്കും ഒക്കെ 55% മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ആണ്. അതിലേക്ക് വേണ്ടി യോഗ്യത BTech ആണ്. BTech ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള ഡാറ്റ സയൻസ്, അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ PG ഡിഗ്രി MSc കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST-ക്കാരാണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതിയാവും. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം 60% മാർക്കോടെ പാസ്സാകാർക്കും അപേക്ഷിക്കാൻ കഴിയും.
അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ്, 60% പാസ്സാകാതിരിക്കണം. പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ പോസ്റ്റിലേക്ക് ഹോർട്ടിക്കൾച്ചറിൽ പ്ലാന്റേഷനിലുള്ള ബിടെക് ബാച്ചിലേഴ്സ് ബിരുദമാണ് വേണ്ടിയത്. ഫിഷറീസ് പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഫിഷറീസ് സയൻസ് ആണ്, 60%. ഇതെല്ലാം 60% പാസ്സാകാതിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഫുഡ് പ്രോസസിംഗ് പോസ്റ്റിലേക്ക് ഫുഡ് പ്രോസസിംഗിലെ ഫുഡ് ടെക്നോളജിയിലുള്ള ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അതിലെല്ലാം 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST-കാർക്ക് 5% മാർക്ക് കുറവുണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സോയിൽ സയൻസ് പോസ്റ്റിലേക്ക് സോയിൽ സയൻസിലോ അഗ്രികൾച്ചറിലോ എൻവയോൺമെന്റ് സയൻസിലുള്ള ബാച്ചിലേഴ്സ് ബിരുദം 60% മാർക്കടെ പാസ്സായിരിക്കുക. PG ബിരുദം ഉള്ളവരാണെങ്കിൽ 55% മാർക്ക് മതി. സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 60% മാർക്കടെ പാസ്സായിരിക്കണം. PG ഉള്ളവരാണെങ്കിൽ 55% മാർക്ക് മതി. എല്ലാ കാറ്റഗറിയിലേക്കും SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 5% മാർക്ക് കുറവ് മതി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ബിടെക് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ PG ഇലക്ട്രിക്കൽ ആണെങ്കിൽ 55% മാർക്ക് മതി. ബിടെക് ആണെങ്കിൽ 60% മാർക്ക് വേണം. മീഡിയ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് മാസ് മീഡിയയിലോ മാസ് കമ്മ്യൂണിക്കേഷനിലോ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പോസ്റ്റിലുള്ള PG ബിരുദം 55% മാർക്കടെ പാസ്സാകാതിരിക്കണം. എക്കണോമിക്സ് പോസ്റ്റിലേക്കും PG ബിരുദം അപ്ലൈഡ് എക്കണോമിക്സിൽ 55% മാർക്കുള്ള PG ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ രണ്ട് പോസ്റ്റിലേക്കും SC/ST-കാർക്ക് 50% മാർക്ക് മതി. ഇനി അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയിലേക്ക് ബാച്ചിലേഴ്സ് ലോ ആണ്, നിയമബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്കടെ പാസ്സാവരായിരിക്കണം. പിന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അനലിറ്റിക്സ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ, അങ്ങനെ പല കാറ്റഗറിയിലുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ജനറൽ ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഏജ് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കാര്യം മനസ്സിലാക്കുക. 1/11 നവംബർ 1, 2025 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നല്ല ഉയർന്ന പ്രായ ഇളവ് ലഭിക്കുന്നവർക്ക് അത് ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് 2 ഫേസ് എക്സാമിനേഷൻ. ആദ്യം phase 1 ഓൺലൈൻ എക്സാമിനേഷൻ, phase 2 മെയിൻ എക്സാമിനേഷൻ, അതിനുശേഷമായിരിക്കും phase 3 സൈക്കോമെട്രിക് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസും ഇവിടെ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഓരോ സബ്ജക്റ്റിനുള്ള വിശദമായ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് മാനേജർക്ക് ഏജ് പറഞ്ഞിട്ടുള്ളത് 25 മുതൽ 40 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇന്ത്യൻ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് എക്സാമിനേഷൻ സെന്ററുകളാണ്. phase 1 പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് phase 1. അതിലേക്കുള്ള സെന്ററുകൾ, കേരളത്തിലെ സെന്ററുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നിങ്ങനെ സെന്ററുകൾ പ്രിലിമിനറി എക്സാമിനേഷനുണ്ട്. പ്രിലിമിനറി സെലക്ഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും മെയിൻ എക്സാമിനേഷന് അവസരം ലഭിക്കുക. phase 2 മെയിൻ എക്സാമിനേഷനുള്ള സെന്ററുകൾ കേരളത്തിലെ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST-കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 150 രൂപ ഇന്റിമേഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. മറ്റുള്ളവരെല്ലാം 700 രൂപ ആപ്ലിക്കേഷൻ ഫീ, 150 രൂപ ഇന്റിമേഷൻ ചാർജ് ഉൾപ്പെടെ 850 രൂപയായിരിക്കും അപേക്ഷാ ഫീസ്. ഇപ്പൊ നിലവിൽ സ്റ്റാഫ് ആയിട്ടുള്ളവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് 44,500 മുതൽ 89,109 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അപേക്ഷിക്കാൻ പറ്റിയ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നബാർഡിന്റെ വെബ്സൈറ്റായ www.nabard.org എന്ന സൈറ്റിൽ വേണം അപേക്ഷിക്കാൻ. മറ്റു രീതിയിലുള്ള അപേക്ഷകളൊന്നും മറ്റു മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തണം, പിന്നെ ആപ്ലിക്കേഷൻ ഫീയും, പിന്നെ ഫോട്ടോഗ്രാഫ് ഒക്കെ നമ്മുടെ സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കംപ്ലീഷൻ ആക്കാൻ ആവുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആദ്യം രജിസ്ട്രേഷന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് വെക്കുക. അതേപോലെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷന്, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, അത് നമ്മൾ ഇതെല്ലാം സ്വന്തം കൈകൊണ്ട് എഴുതണം എന്ന കാര്യം മനസ്സിലാക്കുക. സിഗ്നേച്ചർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് സൈറ്റ് നോക്കിയിട്ട് ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് അത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ ഫീസും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കാനായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.